ഹായ് ഫ്രണ്ട്സ്, പത്മാസ് മിനി കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാനൊരു സ്പെഷ്യൽ പ്രഥമൻ്റെ റെസിപ്പിയുമായിട്ടാണ് വന്നിട്ടുള്ളത്. നമ്മുടെ മത്തങ്ങ അല്ലെങ്കിൽ പീയണിക്ക കൊണ്ട് ഒരു സൂപ്പർ ടേസ്റ്റിയായ പ്രഥമനാണ് ഞാനിന്ന് ഉണ്ടാക്കുന്നത്. ഒരു പ്രയാസവുമില്ലാതെ വളരെ എളുപ്പത്തിൽ നമുക്കിത് തയ്യാറാക്കിയെടുക്കാം. ഈ പ്രഥമനൊന്ന് കഴിച്ചു നോക്കിയാൽ ഇത് മത്തൻ കൊണ്ടുണ്ടാക്കിയ പ്രഥമനാണെന്ന് തോന്നുകയേയില്ല. അത്രയ്ക്ക് ടേസ്റ്റിയാണ്. ഇത് തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഇതിനു വേണ്ടി ഒരു മത്തൻ്റെ 1/4 ഭാഗം ഞാൻ എടുത്തിട്ടുണ്ട്. ഇത് നന്നായി കഴുകി വൃത്തിയാക്കി ചെറിയ കഷ്ണങ്ങളായി കട്ട് ചെയ്തെടുത്തു. കട്ട് ചെയ്ത മത്തങ്ങ ഇതുപോലെ ഒരു ബൗൾ നിറയെ എടുത്തിട്ടുണ്ട്. ഇനി ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. മത്തനൊന്ന് വെന്ത് കിട്ടാൻ വേണ്ടി കുറച്ച് വെള്ളവും കൂടി ആഡ് ചെയ്യാം. ഇതിൽ വാട്ടർ കണ്ടൻറ്റ് കൂടുതലായതിനാൽ വെള്ളം കുറച്ച് ചേർത്താൽ മതിയാവും. ഇനി നന്നായിട്ട് വേവിച്ചെടുക്കുക. മത്തൻ വേകുന്ന സമയം ഇതുപോലെ 2 ഉണ്ട ശർക്കര എടുക്കാം. നല്ല മധുരമുള്ള ശർക്കരയാണിത്. ഇനി ഒരു പാത്രത്തിലേക്കിട്ട് 1 ഗ്ലാസ് വെള്ളം ഒഴിച്ച് നമുക്ക് പാനിയാക്കി എടുക്കാം. ശർക്കര നന്നായി തിളച്ച് പാനിയാകട്ടെ. ഈ സമയം 1 മുറി തേങ്ങ ചിരകിയത് 1 ബൗൾ നിറയെ ഞാൻ എടുത്തിട്ടുണ്ട്. ഒരു വലിയ ജാറിലേക്ക് ചിരകിയ തേങ്ങ ഇട്ട് കുറച്ച് വെള്ളം ആഡ് ചെയ്ത് നന്നായി അരച്ചെടുത്ത് ഒരു ബൗളിന് മുകളിലായി അരിപ്പ വെച്ച് അതിലേക്ക് അരച്ചെടുത്ത തേങ്ങ ഒഴിച്ചു കൊടുത്ത് നന്നായി പിഴിഞ്ഞ് 1/4 പാൽ എടുക്കുക. നല്ല കട്ടിയുള്ള 1/4 പാൽ ഒരു ബൗൾ നിറയെ എടുത്തിട്ടുണ്ട്. ഇനി ഈ തേങ്ങയിൽ കുറച്ചുകൂടി വെള്ളം ആഡ് ചെയ്ത് വീണ്ടും നന്നായി അരച്ചെടുത്ത് ഇതുപോലെ തന്നെ അരിപ്പയിൽ അരിച്ച് 2/2 പാലും എടുക്കാം. അങ്ങനെ തേങ്ങയിൽ നിന്നും 1/4 പാൽ 2/2 പാലും എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മത്തങ്ങയുടെ വേവ് നോക്കാം. മത്തങ്ങ നന്നായി വെന്തിട്ടുണ്ട്. ഈ സമയം തന്നെ നമ്മുടെ ശർക്കരയും പാനിയായിട്ടുണ്ട്. വേവിച്ചെടുത്ത മത്തൻ ഒരു ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നന്നായി അരച്ചെടുക്കാം. ഇതുപോലെ നന്നായി തന്നെ അരച്ചെടുക്കുക. ഈ സമയം ഞാൻ കുറച്ച് നട്ട്സും കിസ്മിസും എടുത്തിട്ടുണ്ട്. ഇനി ഒരു പാൻ അടുപ്പത്ത് വയ്ക്കാം. സ്റ്റൗ ഓൺ ചെയ്ത് പാൻ ചൂടാവുമ്പോൾ 1 സ്പൂൺ നെയ്യ് ആഡ് ചെയ്യാം. നെയ്യ് ഒന്ന് മെൽറ്റ് ആവുമ്പോൾ അതിലേക്ക് നട്ട്സ് ഇട്ട് ഫ്രൈ ചെയ്യുക. ഈ സമയം ഇനി സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഷെയർ ചെയ്യാനും മറക്കരുതേ. നട്ട്സ് നന്നായി ഫ്രൈ ആയി കളർ മാറി തുടങ്ങിയിട്ടുണ്ട്. ഇനി അതിലേക്ക് കിസ്മിസും കൂടി ആഡ് ചെയ്ത് നന്നായി ഫ്രൈ ചെയ്ത് നെയ്യിൽ നിന്നും കോരി ഒരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം. നന്നായി മൂപ്പിച്ചെടുത്ത കിസ്മിസും നട്ട്സും ഒരു പാത്രത്തിൽ മാറ്റിയിട്ടുണ്ട്. ഇനി ഒരു ചെറിയ ജാർ എടുക്കുക. അതിലേക്ക് ഒരു ചെറിയ കഷ്ണം ചുക്കും 1/4 സ്പൂൺ ജീരകം 5 ഏലയ്ക്ക തൊലി കളഞ്ഞെടുത്തതും 2 സ്പൂൺ പഞ്ചസാരയും ആഡ് ചെയ്ത് നന്നായി പൊടിച്ചെടുക്കുക. നേരത്തെ ഫ്രൈ ചെയ്തെടുത്ത പാനിൽ 1 സ്പൂൺ നെയ്യ് കൂടി ഞാൻ ആഡ് ചെയ്തു. ഇനി അരച്ചെടുത്ത മത്തൻ അതിലേക്ക് ചേർത്ത് മീഡിയം ഫ്ലെയിം ആക്കിയതിന് ശേഷം 3-4 മിനിറ്റ് നന്നായി ഇളക്കി യോജിപ്പിച്ച് വഴറ്റി കൊടുക്കുക. ഒരുപാട് നേരം വഴറ്റിയെടുക്കേണ്ട ആവശ്യമില്ല. 3-4 മിനിറ്റ് നേരം വഴറ്റിയാൽ മതിയാവും. ഇനി നമുക്ക് ഇതിന് മുകളിലായി ഒരു അരിപ്പ വെച്ച് ശർക്കര പാനി അരിപ്പയിലൂടെ അരിച്ചൊഴിക്കാം. കല്ലോ മണ്ണോ എന്തെങ്കിലും പൊടിയോ ഉണ്ടെങ്കിൽ അത് മാറ്റാൻ വേണ്ടിയിട്ടാണ് അരിപ്പയിൽ കൂടി അരിച്ചൊഴിക്കുന്നത്. ഇനി ഹൈ ഫ്ലെയിം ആക്കിയതിന് ശേഷം ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. ശർക്കര പാനി നന്നായി മിക്സായിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ തയ്യാറാക്കിയെടുത്ത 1/4 പാൽ ആഡ് ചെയ്യാം. 1/4 പാൽ ഒഴിച്ചതിന് ശേഷം നന്നായി ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. 1/4 പാൽ ഒഴിച്ചതിന് ശേഷം നമ്മുടെ പ്രഥമൻ കുറച്ച് ലൂസായിട്ടുണ്ട്. അത് കുഴപ്പമില്ല, അത് കുറുകിക്കോളും. ഇനി ഇതിലേക്ക് ചുക്ക്, ജീരകം, ഏലയ്ക്ക എന്നിവ പൊടിച്ചത് ചേർത്ത് നന്നായി ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. കണ്ടോ, ഇപ്പം പ്രഥമൻ കുറുകി തുടങ്ങിയിട്ടുണ്ട്. ഈ സമയം നമുക്ക് നേരത്തെ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചിരുന്ന നട്ട്സും കിസ്മിസും ആഡ് ചെയ്ത് നന്നായി യോജിപ്പിച്ച് കൊടുക്കാം. ഇപ്പോൾ പ്രഥമൻ കുറച്ചുകൂടി കുറുകിയിട്ടുണ്ട്. ഈ സമയത്താണ് 1/4 പാൽ ആഡ് ചെയ്യേണ്ടത്. ഇനി നമുക്കിതിലേക്ക് 1/4 പാൽ ആഡ് ചെയ്യാം. ഇനി നന്നായി ഇളക്കി യോജിപ്പിച്ച് കൊടുത്തതിന് ശേഷം ഉടനെ തന്നെ സ്റ്റൗ ഓഫ് ചെയ്യുക. 1/4 പാൽ ഒഴിച്ചതിന് ശേഷം ഒരിക്കലും തിളപ്പിക്കരുത്, പിരിഞ്ഞു പോവും. അതുകൊണ്ട് പാലൊഴിച്ച ഉടൻ തന്നെ സ്റ്റൗ ഓഫ് ചെയ്യണം. നമ്മുടെ മത്തങ്ങ അല്ലെങ്കിൽ പീയണിക്ക പ്രഥമൻ റെഡി ആയിട്ടുണ്ട്. സൂപ്പർ ടേസ്റ്റാണ്.
സ്റ്റൗ ഓഫ് ചെയ്തതിന് ശേഷം മാത്രമേ 1 സ്പൂൺ നെയ്യ് ഒഴിക്കാവൂ. നെയ്യ് ഒഴിച്ചതിന് ശേഷം ഒന്ന് ചെറുതായി ഇളക്കി കൊടുക്കാം. അധികം കുറുകിയതല്ലാത്ത രൂപത്തിലാണ് ഈ പ്രഥമൻ ഉണ്ടാക്കിയിരിക്കുന്നത്. കുറച്ച് തണുത്ത് കഴിയുമ്പോൾ വീണ്ടും കുറച്ചുകൂടി കുറുകിക്കോളും. ചെറുതായി ഒന്ന് തണുത്ത് കഴിയുമ്പോൾ നമുക്കൊരു സർവിങ് ബൗളിലേക്ക് മാറ്റാം. മത്തൻ വാങ്ങുമ്പോൾ നിങ്ങൾ ഇതുപോലെ ഒരു പ്രഥമനും കൂടി ഉണ്ടാക്കി നോക്കൂ. മത്തൻ പ്രഥമനാണെന്ന് ഒരിക്കലും തോന്നുകയില്ല. അത്രയ്ക്ക് സൂപ്പർ ടേസ്റ്റാണ്. നിങ്ങളിത് ഉണ്ടാക്കി ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുതേ. ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായോ? ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ്, ഷെയർ, ലൈക്ക്, കമൻറ്റ് എന്നിവ ചെയ്യണേ. ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്യണേ. നാളെ പുതിയൊരു ഈസി റെസിപ്പിയുമായി വരുന്നതുവരെ ഗുഡ് ബൈ.